ഹായ് എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് ഒരു നാലോ അഞ്ചോ അപ്ഡേറ്റ് പെട്ടെന്ന് പറയാട്ടാ. ആദ്യത്തേത് പ്രൊഡക്ഷൻ നമ്പർ 7 റാപ്ഡ് എന്നാണ് പറഞ്ഞത്. അതായത് വേഫർ ഫിലിംസ് ചെയ്യുന്ന ദുൽഖർ സൽമാനും ടൊവിനോ തോമസും നെസ്ലിനും കല്യാണി പ്രിയദർശനും തുടങ്ങി വലിയ താരനിരയിൽ വരുന്ന സിനിമ ഒരു സൂപ്പർ ഹീറോ മൂവി ആകും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സിനിമയാണ്. അതിന്റെ റാപ്പ് കഴിഞ്ഞത്, അതായത് സംഭവം മൊത്തത്തിൽ പാക്കപ്പ് ആയി എന്നാണ് പറയുന്നത്. വാർത്ത എങ്ങനെയാണ്? വേഫർ ഫിലിംസ് യുണൈറ്റഡ് പ്രൊഡക്ഷൻ നമ്പർ 7 റാപ്ഡ്, directed by Dominic Arun. Starring Naslin and Kalyani Priyadarsan in lead roles. പ്രധാന കഥാപാത്രങ്ങളായിട്ട് കല്യാണി പ്രിയദർശനും നെസ്ലിനും നായികയായിട്ടല്ലായിരിക്കും, വേറെന്തോ സംഭവം. ദുൽഖർ സൽമാൻ ആൻഡ് ടൊവിനോ തോമസ് ഡൂയിങ് ക്യാമിയോസ്. ക്യാമിയോയിൽ ദുൽഖർ സൽമാനും ടൊവിനോയും വരുന്നുണ്ട്. കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതിന് ഒഫീഷ്യലായിട്ട് ഇവരൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇറ്റ്സ് റൂമേർഡ് ടു ബി എ സ്റ്റാർട്ട് ഓഫ് എ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ബൈ വേഫർ ഫിലിംസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടായിരിക്കും ഈ സിനിമ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ക്യാമിയോയിൽ വരും രണ്ടുപേരും എന്നുള്ളത് കുറെ ആയിട്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും ദുൽഖറും ടൊവിനും ഒരുമിക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ വേറെയും വാർത്ത കേൾക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് തന്നെ ആവാനാണ് സാധ്യത. അതായത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് നെസ്ലിനും കല്യാണി പ്രദേശനും, ക്യാമിയോയിൽ ദുൽഖറും ടൊവിനോയും. സ്ക്രീനിൽ ഒരുമിച്ചൊക്കെ വരുമ്പോഴുള്ള ഇമ്പാക്ട് എന്തായിരിക്കും അല്ലെ? വൻ പരിപാടി ആയിരിക്കും. പക്ഷേ ഈ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് എന്നുള്ളത് ജസ്റ്റ് റൂമർ മാത്രമാണ്. അതിനെക്കുറിച്ച് യാതൊരു ഒഫീഷ്യൽ വാർത്തകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വലിയ ഹൈപ്പുകളോ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നെക്സ്റ്റ്, ഒഫീഷ്യൽ ട്രെയിലർ ഔട്ട് ടുമോറോ 6:30 PM. പറഞ്ഞു വരുന്നത് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ബ്രോമാൻസ്, നമ്മുടെ അർജുൻ അശോകൻ, മാത്യു, പിന്നെ നമ്മുടെ പുള്ളി പ്രേമലുവിലെ മറ്റേ പയ്യൻ, അയ്യോ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇവരും അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇവർ മാത്രമൊന്നുമല്ല, വേറെയും കുറെ താരനിരണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നാളെ 6:30 PM വന്നിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് പോസ്റ്റർ. ജസ്റ്റ് അവർ തമ്മിലുള്ള ബ്രൊമാൻസ് ഒന്നും അറിയാം, ബ്രദേഴ്സ് തമ്മിലുള്ള കണക്ഷൻ, അവർ തമ്മിലുള്ള സ്നേഹം, അവർ തമ്മിലുള്ള കാര്യങ്ങൾ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയെല്ലാം പറയുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ബ്രൊമാൻസ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ നല്ല എന്റർടൈനിങ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പരിപാടിയായിരിക്കും. പിന്നെ ഈ മാത്യുവും ഈ പ്രേമലുള്ള മറ്റേ പുള്ളിക്കാരനും ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരുടെ ഒരു കണക്ഷൻ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സാധനമാണ്. അർജുൻ അശോകൻ കൂടി വരുമ്പോൾ രസമാവും, നമുക്ക് വിശ്വസിച്ചൂടെ? വിശ്വസിക്കാം. അടുത്തത് മാർക്കോ. ചോര കൊണ്ടൊരു വലിയ ചരിത്രം എഴുതിയതിനു ശേഷം ചോരക്കുളി കഴിഞ്ഞ് പുള്ളിക്കാരൻ ഗെറ്റ് സെറ്റ് ബേബി, ഓയാ ബേബി ഇറങ്ങുകയാണ്. എന്തായാലും അതിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. February 21 തിയേറ്ററിൽ സിനിമ എത്തും. ഹേ ബേബീസ് ഗെറ്റ് സെറ്റ് ഫോർ February 21 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെലിവറിംഗ് ലാഫ്റ്റർ ഇൻ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. എന്റർടൈനർ ആണ്, നല്ല തമാശക്ക് പ്രാധാന്യം കൊടുത്തുള്ള സിനിമയാണ്. ഗെറ്റ് സെറ്റ് ബേബി, എ കംപ്ലീറ്റ് ഫാമിലി മൂവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകം പറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നത്, തൊട്ടും പറഞ്ഞില്ല, മാർക്കോ ഒരു കംപ്ലീറ്റ് ഫാമിലി കാണാൻ പറ്റുന്ന സിനിമയെന്ന് പറഞ്ഞാൽ അവർ ഇറക്കിയിട്ടില്ല. എബോ 80 അവർക്ക് മാത്രമേ, 80+ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് ആയിരുന്നു. എന്നാൽ ഇത് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് ഫാമിലി മൂവി, എല്ലാവർക്കും വരാൻ, കാണാം, എൻജോയ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. ഇതിന് മുമ്പുള്ള ക്ലിംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല അതിൽ ഡോക്ടർ അവൻ പഠിക്കുന്ന, അല്ലെ, ഡോക്ടർ അവൻ തന്നെയല്ലേ, ഡോക്ടർ അവൻ പഠിക്കുന്ന ഒരു സംഭവം, ലേഡീസ് മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പയ്യൻ വരുന്നു, ആ സീറ്റിലേക്ക്. മറ്റു ചോക്ലേറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത്. അതിന് കൂടുതലൊന്നും നമുക്കറിയില്ല. നമ്മുടെ പ്രതീക്ഷകൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഈ പോസ്റ്റർ ഭയങ്കര രസമുണ്ട്. ഉണ്ണിമുകുന്ദൻ ഇതും കൂടെ അങ്ങോട്ട് അടിച്ച് മിന്നി കയറി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓൾറെഡി ഈ മാർക്കയ്ക്ക് ശേഷം പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത ഉണ്ട്. പുള്ളിന്റെ എന്താ പറയാ, ഒരു സിനിമ വരുമ്പോൾ എല്ലാവരും വളരെ ഹൈപ്പോട് കൂടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഗെറ്റ് സെറ്റ് ബേബി ഇതിന് മുമ്പ് വന്നപ്പോഴൊന്നും ഇത്രമാത്രം ഹൈപ്പ് ഇല്ല. പക്ഷെ മാർക്കോക്ക് ശേഷം 100% അതുണ്ട്, അല്ലെങ്കിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇത് നല്ലൊരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അല്ലു അർജുൻ ഇൻ ദേവസേന. ദേവസേന എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് അല്ലു അർജുൻ വരുന്നുണ്ടെന്ന് പറയുന്നത്. വാർത്ത എങ്ങനെയാണ്? അല്ലു അർജുൻ നെക്സ്റ്റ് ഫിലിം വിത്ത് ഡയറക്ടർ ത്രിവിക്രം ഈസ് ടൈറ്റിൽ ദേവസേന. ഓക്കെ, ആർമീസ് ഓഫ് ദേവാസ് അല്ലെങ്കിൽ ഗോഡ്സ് എന്നാണ് ദേവസേന എന്നുള്ളതിന്റെ സംഭവം. സ്റ്റോറി റൂമർ ടു ബി ദ എപ്പിക് ജേർണി ഓഫ് ലോർഡ് കാർത്തികേയ. ലോർഡ് കാർത്തികേയയുടെ ആ ഒരു യാത്ര, അതാണ് ഉദ്ദേശിക്കുന്നത്. ആസ് ഹി സെറ്റ്സ് ഔട്ട് ടു റീയുണൈറ്റ് വിത്ത് ഹിസ് ഫാദർ ലോർഡ് ശിവ. റെഗുലർ ഷൂട്ട് ഫ്രം മാർച്ച് 2025 എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഫുൾ ദൈവികമായിട്ടുള്ള പരിപാടിയിലേക്ക് മാത്രമല്ല, മിത്ത് മാത്രമുള്ള രീതിയിലേക്ക് അല്ലു അർജുൻ മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട്
ഉണ്ട്. കാരണം പുഷ്പ വന്നതിന് ശേഷം പുഷ്പ 2 വന്നു, പുഷ്പ 3 വരും എന്ന് പറയുന്നുണ്ട്. കംപ്ലീറ്റ് പുഷ്പ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറുന്നുണ്ട്. പുഷ്പ 2 വന്നപ്പോൾ ദൈവികമായിട്ടുള്ള കുറെ കണ്ടന്റുകൾ ഓവറായിട്ട് ഇൻക്ലൂഡ് ആയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അത്തരത്തിലുള്ള സാധനത്തിലേക്ക് പോകുമ്പോൾ ഓക്കെ, കണ്ടിരിക്കാൻ രസമാണ്, മോശമാണെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്ന ടിപ്പിക്കൽ അല്ലു അർജുനെ മിസ് ചെയ്യുന്നുണ്ട്. അത് പൊതുവേ നമ്മൾ പറയാറുണ്ട് ടിപ്പിക്കൽ ക്യാരക്ടർ എന്ന്. അത് നമുക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അല്ലുവിന്റെ കാര്യത്തിൽ ആ ഒരു എനർജിയും ആ ഒരു പവറും അത്തരത്തിലുള്ള ഒരു പുള്ളിക്കാരന്റെ ക്യൂട്ട്നെസ്സും കോമാളിത്തരങ്ങളും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ വൻ എപ്പിക് സാധനങ്ങളിലേക്ക് പോകാതെ അത്തരത്തിലുള്ള സാധാരണ പടങ്ങളും സാധാരണക്കാർക്ക് വേണ്ടി ഇറക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പറയാനുള്ളത് എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാനെ കുറിച്ച് പറയാനുള്ളത്, എമ്പുരാൻ ഈ ഐമാക്സിലും എത്തും എന്ന് ഇതിന്റെ ഡയറക്ടർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സോ എമ്പുരാൻ ഐമാക്സിലും വരും. അതുകൂടാതെ പറയാനുള്ളതിലെ ക്യാമിയോനെ കുറിച്ച് പല വാർത്തകൾ കേൾക്കുന്നുണ്ട്. പ്ലസ് മമ്മൂക്ക ഈ കഴിഞ്ഞിട്ടുള്ള ടീസർ ലോഞ്ചിന് വന്ന സമയത്ത് മമ്മൂക്ക് ഇതിലുണ്ടെന്നൊക്കെ ഫ്രണ്ട് വലിയ വാർത്തകൾ കേട്ടിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് എന്താ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. ഫെബ്രുവരി 7 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മറ്റ് പരിപാടിയിലും പ്രോഗ്രാമിലൊക്കെ ലാലേട്ടൻ പങ്കെടുത്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വാർത്തയുണ്ട്, അത് വെക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. വടക്കൻ വീരഗാഥ റിലീസ് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ ലാലേട്ടൻ എത്തി. എമ്പുരാൻ ടീസർ ലോഞ്ച് ചെയ്യാൻ മമ്മൂട്ടിയും എത്തി. ഇതാണ് മോളിവുഡ്. അതെ, ഇതിനപ്പുറത്തേക്ക് വേറെ സംഭവങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. ഈ ഫാൻ ഫൈറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫാൻസ്, അതും വളരെ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ്, ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നല്ലാതെ ഫാൻ ഫൈറ്റ് രസമുള്ള കുറച്ച് ഫാൻ ഫൈറ്റുകളുണ്ട്, അതവിടെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഇവർ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സംഭവമാണ്. സോ ഈ വടക്കൻ വീരഗാഥയുടെ പരിപാടിക്ക് അത് ലോഞ്ച് ചെയ്യാൻ ലാലേട്ടൻ എത്തി. ലാലേട്ടന്റെ പടത്തിന്റെ ടീസർ ലോഞ്ച് ചെയ്യാൻ മമ്മൂക്കി എത്തി. അത്രമാത്രം നമ്മൾ വിചാരിച്ച പോലെ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബോണസസ് അങ്ങനെ പറയുന്നുള്ളൂ. പിന്നെ ഡോൺലിയുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ചെയ്യുന്ന ഹോളിവുഡ് സ്റ്റാർ എന്താണ് കരോലീന, അങ്ങനെ എന്തോ പേര്, ഫുൾ നെയിം എനിക്ക് പറയില്ല, കരോലിൻ വേറെന്തൊരു പേരാണ്. ഇപ്പൊ പുള്ളിക്കാർ എത്രയോ സിനിമ ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം 7 ആക്ട്രസ് ആണ്. അപ്പൊ അതുപോലെ വലിയ ഞെട്ടലും അത്ഭുതങ്ങളും പൃഥ്വിരാജ് എന്തായാലും ഇതിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. വെറുതെ നമ്മൾ അതുണ്ട് ഇതുണ്ട് മറ്റുണ്ട് മറിച്ചുണ്ട് വെറുതെ ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ മുമ്പിൽ ചില കാരണങ്ങളുണ്ട്, നമ്മൾ അത് കാണുക, ലീവ് ഇറ്റ് അപ്പ്. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാൻ കാണുന്നവരെ ടാറ്റാ.